ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും എല്ലാവരിലും സദാ വർഷിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, എപ്പോഴെങ്കിലും നാം എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മളൊരു വിചിന്തനം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു പഠനം ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ചെയ്യുക നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ആ ഒരു ഘടനയും അതിനുള്ളിലുള്ള അത്ഭുതങ്ങളൊക്കെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ എത്തിച്ചേരുന്നത് ഇതൊരു അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പാണെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെന്തിനു സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിനൊന്നും ആ ഒരു പഠനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധ നോക്കും. അവിടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുന്നത് എല്ലാം തന്നെ ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയോട് കൂടിയിട്ട് ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടതായിട്ട് കാണാം. ആ പ്രകൃതിയിൽ കണ്ട ആ ഒരു അത്ഭുതത്തിന് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പേരിട്ട്. അപ്പോൾ പിന്നെ അതിനെ കൊണ്ടൊന്നും നമുക്കൊരു ജീവിതത്തിൻ്റെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് എന്തിന്, അല്ലെങ്കിൽ ജീവിത ലക്ഷ്യമെന്ത് എന്നുള്ളതിനുള്ള ഉത്തരം കിട്ടുന്നില്ല. ഈ രണ്ട് പഠനവും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് രണ്ടും ഏതോ ഒരു നല്ലൊരു ഡിസൈനർ രൂപകൽപ്പന ചെയ്തതുപോലെയുള്ള നല്ലൊരു ഡിസൈനിങ്ങിലാണ് ഇതിൻ്റെ ക്രിയേഷൻ നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ പഠനം മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാവുകയാണ്. നമുക്ക് മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തമായി എന്തോ ഒരു കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയെടുത്ത് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുകയാണ്. അതിനെ നമ്മൾ ബുദ്ധി എന്ന് പേരിട്ടു, അഥവാ വിശേഷ ബുദ്ധി. നമ്മൾ പഠനം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് നമ്മുടെ ചിന്ത മറ്റൊരു വശത്തേക്ക് നീങ്ങുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും എന്തോ ഒരു സാധനം നമ്മെ വിട്ടു പോകുമ്പോൾ ആ ശരീരത്തിൻ്റെ ചലനാത്മകത നഷ്ടപ്പെട്ട് നമ്മളൊരു നിശ്ചലാവസ്ഥയിലേക്ക് മാറുകയാണ്. പിന്നീട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് ചീഞ്ഞ് നാറി അഴുകി മണ്ണോട് ചേരുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ? വിശേഷ ബുദ്ധി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു സാധനം പക്ഷെ നമുക്ക് ദൃശ്യമാകുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ആ ഒരു കാര്യം നമ്മളതിനെ മരണമെന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്കതിനെ കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ അതിനുശേഷം നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു. അത് നമ്മളെ തന്നെ ഇല്ലാതാക്കി മാറ്റുന്നു. അപ്പോൾ എന്താണ് ഈ രണ്ട് അത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നതെന്നുള്ള ഒരു ചിന്ത മനുഷ്യനെ വല്ലാതെ അലട്ടുകയാണ്. മനുഷ്യ ശരീരത്തിലെ ഈ പൊക്കിൽ കൊടി അതൊരു മാതാവിലേക്ക് നമ്മുടെ ഒരു കണക്ഷൻ എടുത്ത് കാണിക്കുന്നത് പോലെ നമ്മുടെ സ്വന്തത്തിൽ കിടക്കുന്ന ഈ ബുദ്ധിയുടെയും ഈ ജീവൻ്റെയും ഈ മരണത്തിൻ്റെതൊക്കെ ഒരു കൺട്രോൾ എവിടെയോ നിന്നോ നമ്മൾ അദൃശ്യമായി കൺട്രോൾ ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു ബോധ്യം മനുഷ്യനുണ്ടാവുകയാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിക്കാൻ എളുപ്പം ഒരു വൈഫൈ സംവിധാനം പോലെ, ഒരു മൊബൈലിൽ വൈഫൈ കണക്ഷൻ വരുമ്പോൾ അതിന് ജീവൻ വെക്കുന്നത് പോലെ, അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് പോലെ, നമുക്ക് ആ കണക്ഷൻ ഇല്ലാതാവുമ്പോൾ മറ്റുള്ള ലോകവുമായിട്ടുള്ള എല്ലാവിധ ബന്ധങ്ങളും അതിലൂടെ വിച്ഛേദിക്കപ്പെടുന്നത് പോലെ മനുഷ്യ ശരീരത്തിലേക്ക് ആത്മാവ് അത് മരണവും ജീവിതവുമായി ഒരു സൃഷ്ടാവ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുകയാണ്. അങ്ങനെ ഈ ഒരു അന്വേഷണം പല രീതിയിലുള്ള പഠനത്തിലേക്ക് മനുഷ്യനെ നയിക്കും. ഒടുവിൽ അവന് ദൈവിക ഗ്രന്ഥമാണെന്ന് അവകാശപ്പെടുന്ന വിശുദ്ധ ഖുർആനിലേക്ക് എത്തിപ്പെടും. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അവന് കാണാൻ പറ്റുന്ന ഉത്തരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന് ഈ ജീവിതവും മരണവുമെല്ലാം ദൈവം നൽകിയിട്ടുള്ളത് അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. എങ്ങനെ പരീക്ഷിക്കാൻ? ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം. അങ്ങനെ വിശുദ്ധ ഖുർആനിലൂടെ അവൻ ദൈവത്തെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ അവൻ ദൈവത്തെപ്പറ്റി പഠിച്ചറിയുന്നത് എന്താണെന്ന് വെച്ചാൽ അവന് വർഗീയതയില്ലാത്തൊരു ദൈവമാണവൻ. അവന് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അങ്ങനെ മതവർഗീയത അവൻ പഠിപ്പിച്ചിട്ടില്ല. അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യനെയാണ്. ആ മനുഷ്യനെ അവൻ ആദരിച്ചിരിക്കുകയാണ്. എന്തിനാണ് ദൈവം ഒരു മനുഷ്യനെ ആദരിച്ചു വിട്ടിട്ടുള്ളത് എന്നുള്ളതിന് നമ്മളൊരു പഠനം നടത്തുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ഇങ്ങനെ ബോധ്യപ്പെടും. നമുക്കതൊരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, നമ്മളൊരു നല്ലൊരു ചിത്രകാരൻ, അദ്ദേഹം തൻ്റെ ചിത്രരചനയിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ചിത്രം അത് ഫ്രെയിമിൽ അവർ ഉണ്ടാക്കിയതിന് ശേഷം അത് കണ്ടു നിന്ന ആൾക്കാർക്ക് അത്ഭുതം കൂറിയപ്പോൾ അവരതിന് കോടികൾ ഓഫർ ചെയ്യുകയും ആ ചിത്രകാരൻ ആ കോടികളെല്ലാം നിരാകരിച്ചുകൊണ്ട് ഇതെൻ്റെ സ്പെഷ്യൽ ക്രിയേഷനാണ്, ഇതെനിക്ക് ആർക്കും തന്നെ വിട്ടുകൊടുക്കാനുള്ളതില്ല, അത് ഒരു പോറൽ പോലും അതിന് ആരെങ്കിലും കുട്ടികൾ വന്ന് തൊടുന്നതിന് വേണ്ടി അതിനൊരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കി അതിനെ വളരെ ഭദ്രമായ രീതിയിൽ ആ ഒരു ചിത്രത്തെ അദ്ദേഹം സൂക്ഷിക്കും. അപ്പോൾ അത്രത്തോളം അതിന് സംരക്ഷണം നൽകുന്ന കാര്യം പോലും അദ്ദേഹം ഏറ്റെടുത്ത്.
ഇത് ആ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു ആദരവാണ്. അപ്പം ആ രീതിയിൽ നമ്മുടെ മനുഷ്യബുദ്ധിക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം എന്ന നിലക്ക് മാത്രമേ ഇതിനെ പറയാൻ പറ്റുകയുള്ളൂ. അത് ദൈവത്തിൻ്റെ ആ ഒരു സത്തക്കും ഗുണത്തിനൊന്നും യോജിക്കാത്ത രീതിയിൽ നമ്മളതിനെ വ്യാഖ്യാനിക്കാൻ പോകേണ്ടതില്ല. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം മാത്രമല്ല അതിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ അത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു സൃഷ്ടിപ്പിനെ ദൈവം അത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഈ അത്ഭുതമൊന്ന് അറിയണമെങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. ഒരു മനുഷ്യൻ്റെ സ്പേം എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു കോശം, നമ്മുടെ കണ്ണുകൾക്ക് കണ്ടെത്താൻ പറ്റാത്ത എന്നാൽ വളരെയധികം മൈന്യൂട്ടായി സൂക്ഷ്മദർശിനിയിലൂടെ മാത്രം കണ്ടെത്താൻ പറ്റുന്ന ആ ഒരു കോശത്തിനുള്ളിൽ നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന ഇന്ന് സ്പെഷ്യലൈസേഷൻ ചെയ്തുകൊണ്ട് ഡോക്ടർമാർ ഓരോ അവയവങ്ങളെയും ഓരോ ഭാഗങ്ങളെയും സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ ആ കണ്ണും ആ കേൾവി നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന ചെവിയും മൂക്കും നാവും കൈയും കാലും ഹൃദയവും ആ ചെറുകുടലും വൻകുടലും തലച്ചോറും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നാഡീ ഞരമ്പുകളും ഇതെല്ലാം തന്നെ ആ ഒരു ചെറിയൊരു കോശത്തിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ച് അതിനെ ഓരോ മനുഷ്യൻ്റെ ഘട്ടങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ, അതിൻ്റെ ഒരു ഉപയോഗപ്പെടുന്ന ഏറ്റവും നല്ല രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്ത് അതിനെ മാംസളമായ ഭാഗങ്ങൾ കൊണ്ട് കവർ ചെയ്ത് എല്ലുകൾ കൊണ്ട് അതിനെ ഒന്ന് സ്ട്രോങ്ങായി നിലനിർത്തി ആ ഒരു അത്ഭുതം നിറഞ്ഞൊരു സൃഷ്ടിപ്പ്, ഇത്രയും ബൃഹത്തായ ആ ഒരു സൃഷ്ടിപ്പിനെ ദൈവം ആദരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ എത്രമാത്രം ആദരിക്കണം. അങ്ങനെ ആ ഒരു സൃഷ്ടിപ്പ് കൊണ്ടൊന്നും മതിയാക്കിയില്ല. അതിൽ റൂഹ് അല്ലെങ്കിൽ ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഒരു കാര്യം കൂടി അതിലേക്ക്, അത് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് ഓരോ മനുഷ്യരിലേക്കും ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ത് ഈ ഒരു ആത്മാവ് എന്ന് പറയുന്നത്. അതോടുകൂടി ആ ഒരു മനുഷ്യ രൂപത്തിന് ഒരു പൂർണ്ണത സംഭവിക്കുകയാണ്. അപ്പം ആ ഒരു ശരീരഘടനയോടൊപ്പം തന്നെ ആത്മാവ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കാര്യം കൂടി ആഡ് ചെയ്ത് വളരെ സ്പെഷ്യലായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു സൃഷ്ടിപ്പ്. ആ സൃഷ്ടിപ്പിന് ദൈവം കൊടുത്തിട്ടുള്ള ഒരു ആദരവ് അത് നിലനിൽക്കുവാൻ വേണ്ടി എന്നോളമാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ മുഴുവനും. ആ കൽപ്പനകൾ നമ്മൾ ഉടനീളം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവിക കൽപ്പനകളിൽ നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ, അത് ഒരു തരത്തിൽ ആ മനുഷ്യന് തന്നെയോ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടായി നിൽക്കുന്ന മനുഷ്യ സൃഷ്ടികൾക്കുള്ള അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുമുള്ള പ്രകൃതിക്കും മനുഷ്യ മൃഗങ്ങൾക്കും എല്ലാം തന്നെ ഏതെങ്കിലും നിലക്ക് ഗുണം ചെയ്യുന്നതല്ലാത്ത ഒരു കാര്യം പോലും ദൈവിക കൽപ്പനകളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കേണ്ട പല കർമ്മങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് നിങ്ങൾ രോഗിയാണെങ്കിൽ അവന് ചെയ്യേണ്ട കർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇളവുകൾ തരികയാണ്. അവന് പ്രാർത്ഥനകൾ ചെയ്യേണ്ടത് നീ യാത്രയിലാണെങ്കിൽ അവന് ചെയ്യേണ്ട പ്രാർത്ഥനകൾ നിനക്ക് യോജിപ്പിച്ച് മറ്റൊരു സമയത്തിലേക്ക് മാറ്റിവെക്കാനൊക്കെയുള്ള ചാൻസ് തരികയാണ്. എന്നാൽ മനുഷ്യരോടുള്ള ബാധ്യതകളിൽ നിങ്ങൾക്ക് ഇളവുകളില്ല. അത് അവരോട് നിങ്ങൾ നീതി പുലർത്തിക്കൊണ്ട് ആ ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയും അതിൽ നമുക്ക് ഏതെങ്കിലും നിലക്ക് ഇളവ് കിട്ടണമെങ്കിൽ നാം ആരോടാണോ തെറ്റ് ചെയ്തത് അദ്ദേഹത്തെ പോയി കണ്ട് അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ ഇളവ് വാങ്ങേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമേ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് തിരിച്ചു പോയി ആ തെറ്റിൽ നിന്നുള്ള മോചനം കിട്ടുകയുള്ളൂ. ഓരോ നിയമങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഓരോ മനുഷ്യനും അതിനെക്കൊണ്ടുള്ള സംരക്ഷണം, ആ ഒരു നിയമം പാലിക്കുക വഴി ഓരോ മനുഷ്യനും അവനവന് നിലനിർത്തേണ്ട ആദരവും അവൻ മറ്റുള്ളവർക്ക് നൽകേണ്ട ആദരവും ഒക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വന്തത്തോട് നമ്മൾ നിലനിർത്തേണ്ട ആദരവ് എന്താണ്? നമുക്ക് ദൈവം നമ്മളിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള ആ ഒരു റൂഹ് അല്ലെങ്കിൽ ഒരു ആത്മാവ് എന്ന് പറയുന്നതിൽ കളങ്കം തട്ടാതെ നമുക്ക് ദൈവം വളരെ ഭംഗിയായി നൽകിയിട്ടുള്ള ആ ഒരു ശരീരപ്രകൃതിക്ക് കളങ്കം തട്ടാതെ ആ ശരീരത്തെയും ആ ആത്മാവിനെയും എത്രത്തോളം നമുക്ക് ഭംഗിയായി നിലനിർത്താൻ വേണ്ടി പറ്റുമോ ആ രീതിയിൽ കൊണ്ടു നടക്കാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് തന്നോട് ചെയ്യാനുള്ള ഒരു കാര്യം. ഇനി തൊട്ടടുത്തവനെ നമ്മൾ കാണുന്നത് അവൻ സ്വന്തത്തോട് തന്നെയും അതുപോലെ തന്നെ ദൈവികമായി കിട്ടിയിട്ടുള്ള ആത്മാവിന് മോശം ചെയ്യുന്ന പല കാര്യങ്ങളിലുമാണ് ഒരാളുള്ളതെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കൊണ്ട് കുറ്റം പറഞ്ഞ് നടക്കുക എന്നുള്ളത് ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി
ആ ദൈവം കൊടുത്തിട്ടുള്ള ആ ഒരു ആത്മാവിനെ കളങ്കമാക്കുന്നതിൽ നിന്ന് അവനെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ദൈവിക പ്രബോധന പ്രവർത്തനങ്ങളെന്ന് പറയാം. അപ്പോൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശങ്ങൾ നൽകി ആ ആത്മാവിനെ, ദൈവം നൽകിയിട്ടുള്ള ആത്മാവിനെ പരിശുദ്ധപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ മനുഷ്യൻ സ്പെഷ്യലായി മാറിത്തീരുന്നു. ഇവിടെ മതങ്ങളില്ല, ഇവിടെ മനുഷ്യരും ദൈവവുമാണുള്ളത്. ആ ദൈവിക കൽപ്പനകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രീതിയിൽ എല്ലാവരോടും ഗുണകാംക്ഷയോടുകൂടി, അതായത് ഓരോ മനുഷ്യനിലും അവൻ ദൈവിക കൽപ്പനകൾ ധിഖരിച്ച് നടക്കുന്നവനാണെങ്കിലും അവനിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ഒരു ആത്മാവ് അവനിൽ കുടികൊള്ളുന്നുണ്ട് എന്നുള്ള ഒരു റെസ്പെക്റ്റ് അവനും കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ഓരോ മനുഷ്യനെ നോക്കുമ്പോഴും നമുക്ക് ആ ഒരു ചിന്ത, അവൻ ദൈവികമായ ആ ഒരു ആത്മാവ് ലഭിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ആദരവ് നമ്മൾ അവനോട് കാണിക്കേണ്ടതായിട്ടുണ്ട്. അവനിൽ വല്ല തെറ്റുകുറ്റങ്ങൾ കാണുമ്പോഴും നമുക്ക് അവനെ ഉപദേശിക്കാനുള്ള ഒരു ത്വര നമ്മളിൽ ഉണ്ടായിത്തീരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും, അത് തെരുവിൽ കിടക്കുന്ന ഒരു മനുഷ്യനായാൽ പോലും അവനെ ഉൾക്കൊള്ളാനും അവനെ പരിഗണിക്കാനും നമുക്ക് കഴിയുമ്പോൾ ആ ക്വാളിറ്റിയുടെ പേരാണ് മുസ്ലിം, അഥവാ സമർപ്പിച്ചവൻ. ദൈവത്തിൻ്റെ നിയമനിർദ്ദേശങ്ങളെ പുൽകാൻ സ്വന്തം ആഗ്രഹങ്ങളെ സമർപ്പിച്ചവനാണ് മുസ്ലിം എന്ന പേരിന് അർഹനാകുന്നത്. കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ അതുകൂടി ദൂരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, അള്ളാഹു എന്ന അറബി പേരിൽ അറിയപ്പെടുന്ന ഒരു ദൈവത്തെയാണ് മുസ്ലിങ്ങളായിട്ടുള്ളവർ ആരാധിക്കുന്നത്. അപ്പോൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പരിഗണിക്കണമെന്ന് പറയുന്ന ഈ ഇസ്ലാം എന്തുകൊണ്ട് അറബികളിലേക്ക് നിയോഗിക്കപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ പഠിപ്പിച്ച അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു? കൂടാതെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെയും ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഇടയാകാൻ കാരണം, നമ്മളുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മുസ്ലിങ്ങളുടെ മതമാണെന്നും വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമാണെന്നും നമ്മുടെ നാട്ടിലൊക്കെ പരക്കെ അങ്ങനെയാണ് അതിനെ അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ മുസ്ലിങ്ങളാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അവർ പറയുമ്പോൾ അവർ ഞങ്ങളുടെ മതം എന്നാണ് പറയുന്നത്, അവർ പറയുമ്പോൾ ഞങ്ങളുടെ ഗ്രന്ഥം എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ സംഭവിച്ച വലിയൊരു അബദ്ധം, വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഓരോ പ്രവാചകന്മാരും അവരുടെ ജനതയിലേക്ക് പറഞ്ഞയക്കപ്പെട്ടത് അവരുടെ ഭാഷയിൽ അവരുമായിട്ട് സംവദിക്കാൻ, അവർക്ക് കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മളെ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചത്, പലപ്പോഴും നമ്മൾ അറബി പദങ്ങളായ അള്ളാഹു, അതുപോലെ തന്നെ കാഫിർ എന്നൊക്കെയുള്ള അറബി പദങ്ങൾ നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടാൻ വേണ്ടി വിഷയങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇടയായിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു എന്ന് പറയുന്ന അറബി പദത്തിനെ നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ അതിൻ്റെ നേരർത്ഥം നമുക്ക് കിട്ടുന്നത് ഏകേശ്വരനായ ദൈവം എന്നുള്ളതാണ്. അത് ഒന്നുകൂടി ക്ലിയർ ആണെങ്കിൽ, അറബി രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യൻ വിശ്വാസികളുണ്ട്. അവരുടെ ഗ്രന്ഥമായ ബൈബിൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ അവരുദ്ദേശിക്കുന്ന ദൈവം ആരാണാവോ ആ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അള്ളാഹു എന്ന വാക്കുകൊണ്ടാണ്. അപ്പോൾ അറബി ഭാഷയിൽ അവർ ദൈവത്തെ കുറിക്കുന്നത് അള്ളാഹു എന്നുള്ള വാക്കുപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു എന്നുള്ളത് ഒരു കുലദൈവത്തിൻ്റെ, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ, ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ കുലദൈവത്തിൻ്റെ പേരല്ല, മറിച്ച് നമ്മൾ വെള്ളം, വാട്ടർ, പാനി എന്നൊക്കെ പറയുന്നത് പോലെ, അതുപോലെ തന്നെ അള്ളാഹു, ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്ന, ഗോഡ് എന്നൊക്കെ പറയുന്നത് ഏകേശ്വരനായ ഒരു ദൈവമുണ്ട് പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച്, ആ ദൈവത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവിക ഗ്രന്ഥമാണെന്ന് അവരവകാശപ്പെടുന്ന ആ വിശുദ്ധ ഖുർആൻ എന്താണ് ഈ വിഷയത്തിൽ നമുക്ക് തരാനുള്ള ഉത്തരം എന്നുള്ള ഒരു പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യമായി നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി വാക്കിൽ ഖറഅ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രന്ഥം മനുഷ്യർ വായിക്കപ്പെടേണ്ട ഒരു ഗ്രന്ഥമാണ് എന്നാണ് ആ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഖുർആൻ നമ്മോട് പറയുന്നത് ഇത് മനുഷ്യർ വായിക്കേണ്ട ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. എന്നാൽ
പൊതുവിൽ നമ്മൾ കാണുന്നത് മുസ്ലിങ്ങൾ ഈ ഒരു ഗ്രന്ഥത്തെ അവരുടെ ഗ്രന്ഥമായി അവരുടെ വീടുകളിൽ പൊതിഞ്ഞ് സംരക്ഷിച്ച് വെക്കുന്ന രീതിയിലാണ് നമ്മൾ കാണാറ്. അപ്പോൾ വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് മനുഷ്യർക്കാകമാനം അവർ നിർബന്ധമായും വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന് പറയുന്ന അറബി പദമാണ്. അതൊരു മുസ്ലിങ്ങളുടെ മതം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഖുർആനിലൂടെ നമ്മൾ ഈ ഒരു ഇസ്ലാം എന്ന് പറയുന്നതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാലാകാലങ്ങളായി മനുഷ്യകുലം ഇങ്ങനെ ജീവിച്ചു പോരുന്നതിനിടയിൽ അവർ ദൈവം പഠിപ്പിച്ചു കൊടുത്ത സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് മാറി നടക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ച് അവരെ നേരായ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമുണ്ട്. അങ്ങനെ പ്രവാചകന്മാരുടെ ഒടുവിലത്തെ ഒരു പ്രവാചകനായി മുഹമ്മദ് നബിയെ നിയോഗിക്കുകയും ഖുർആൻ എന്ന ഒരു ഗ്രന്ഥത്തിലൂടെ അത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ള ജീവിത രീതി ശാസ്ത്രത്തെ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ വാക്കിന് പറയുന്ന പേരാണ് ഇസ്ലാം എന്നുള്ളത്. പിന്നെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു വാക്കാണ് കാഫിർ എന്നുള്ളത്. കാഫിർ എന്നുള്ളതിനെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃഷിക്കാരനെ ഖുർആൻ കാഫിർ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് കൃഷിക്കാരൻ മണ്ണിനടിയിൽ വിത്തിനെ മറച്ചു വെക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. മറച്ചു വെക്കുന്നവൻ എന്നാണ് അതിനർത്ഥം വരുന്നത്. അപ്പോൾ ഒരു വിശ്വാസത്തെ മനസ്സിലാക്കി, അതായത് ഏകനായ ദൈവത്തെ ആരാധിച്ച് ജീവിക്കണമെന്ന ആ ഒരു സത്യത്തെ മനസ്സിലാക്കി ആ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നീങ്ങുന്ന ഒരാളെ വിളിക്കുന്ന പേരാണ് കാഫിർ എന്നുള്ളത്. അല്ലാതെ മുഹമ്മദ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒഫീഷ്യൽ രേഖകളിൽ മുസ്ലിമാണ് അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസിയാണ് എന്ന് എഴുതിയതിനെ കൊണ്ട് അയാളൊരു മുസ്ലിമോ അല്ലെങ്കിൽ ഇസ്ലാം എന്ന ജീവിത രീതിയെ ഫോളോ ചെയ്യുന്ന ആളോ ആയി മാറുകയില്ല. ഇനി ഇസ്ലാം എന്നുള്ളതിനെ നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടെന്നും അവൻ ഏകനാണെന്നും അവനാണ് ഈ ഭൂമിയിലുള്ളതും ആകാശ പ്രപഞ്ചങ്ങളിലുള്ള മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ചതെന്നും അവൻ ഏകനായ ഒരു സൃഷ്ടാവാണെന്നും അവനല്ലാതെ വേറെ സൃഷ്ടാവില്ലെന്നും മരണവും ജീവിതവുമൊക്കെ മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത് ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണെന്നും അതിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിച്ച് നന്മ ചെയ്ത് മുന്നേറാൻ തയ്യാറുള്ളത് എന്നുള്ള പരീക്ഷണത്തിന് വേണ്ടിയാണെന്നും ഓരോ നന്മകൾ ചെയ്യുമ്പോഴും അത് ദൈവപ്രീതിക്ക് മാത്രമാണെന്ന ബോധ്യത്തോടു കൂടി ചെയ്യണമെന്നും അത് മനുഷ്യർ മറ്റുള്ളവർ കൂട്ടാളികൾ അറിയാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടിയോ അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്താൽ അത് പാഴ്വേലയായി മാറുമെന്നും അത് ദൈവത്തിങ്കൽ സ്വീകാര്യമല്ലെന്നും അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ നന്മകൾ ചെയ്യുന്നത് ദൈവപ്രീതിക്ക് മാത്രമായിക്കൊണ്ട് നിഷ്കളങ്കമായ രീതിയിലായിരിക്കണമെന്നും മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അതിൽ കാപട്യം നിലനിൽക്കുമെന്നും ആ കാപട്യം ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ നിഷ്കളങ്കമായ പ്രവർത്തനങ്ങൾ ആര് ചെയ്യുന്നുവോ അവർക്ക് സ്വർഗമുണ്ടെന്നും ആര് തിന്മകൾ ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ആളെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നരകമാണെന്നും അതിനാൽ ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുമെന്നും അത്തരത്തിലുള്ള സമാധാനമായ ജീവിതം നയിച്ചുകൊണ്ട് മരണപ്പെടുന്നതോടുകൂടി ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് ആരംഭിക്കുകയാണ്. ഈ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രതിഫലമായി പരലോകത്ത് സ്വർഗജീവിതം നയിക്കാൻ പറ്റുമെന്നുമുള്ള ആ ഒരു ഉത്തമ വിശ്വാസത്തോടുകൂടി ആ ഒരു ആകാംക്ഷയോടുകൂടി ആ ഒരു പ്രതീക്ഷയോടുകൂടി ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അത് നിഷ്കളങ്കമായ പ്രവർത്തനം അതിലൂടെ ഉണ്ടാവുകയും ലോകത്ത് നിലനിന്ന ഒരു സമാധാനമായി മാറിത്തീരുകയും ചെയ്യും. ഇതാണ് ഇസ്ലാമിനെ പറ്റി നമുക്ക് ചുരുക്കി പറയാനുള്ളത്. ദൈവം സത്യത്തെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ.